ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമന്നാരായണീയ പഠനത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണീയം 9ാം ദശകത്തിലെ 3 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 4ാമത്തെ ശ്ലോകമാണ്. കഴിഞ്ഞ 3 ശ്ലോകത്തില് ആത്മകൽപ്പത്തില് ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉദിച്ചു വന്ന താമരപ്പൂവിൽ ആസനസ്ഥനായ ബ്രഹ്മദേവൻ ഈ മഹാർണവത്തില് താമരപ്പൂവ് എവിടെ നിന്ന് വന്നു, ഈ ഇരിക്കുന്ന ഞാൻ ആരാണ് എന്നൊക്കെയുള്ള സംശയത്താൽ ഉറപ്പായിട്ടും ഈ താമരപ്പൂവിന് ഒരു കാരണമുണ്ട് എന്ന് മനസ്സിൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ട് അത് കണ്ടെത്താനുള്ള അന്വേഷണത്വരയുടെ ഭാഗമായിട്ട് ആ താമരപ്പൂവിൻ്റെ തണ്ടിൻ്റെ നാളരന്ധ്രത്തിലൂടെ സഞ്ചരിച്ചു നോക്കി. അവിടെ നിന്നും ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള രൂപം ബ്രഹ്മദേവന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. 4ാമത്തെ ശ്ലോകം ഞാൻ ചൊല്ലിത്തരാം, ഒന്ന് കേട്ടു നോക്കുക ആദ്യം. തതഃ സകല നാളികാ വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീഃ സമാധിബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ. തതഃ സകല നാളികാ വിവര മാർഗഗഃ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി ന ഏവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണഃ ഏകാഗ്രധീഃ സമാധിബലം ആദധേ ഭവത് അനുഗ്രഹ ഏക ആഗ്രഹി. നല്ല രസമുള്ളൊരു ശ്ലോകമാണ്, ചൊല്ലാനും എളുപ്പമാണ് കേട്ടോ. തതഃ സകല നാളികാ വിവരമാർഗഃ മാർഗഗഃ. പിന്നീട് അതിനുശേഷം ഒന്നും കാണുന്നില്ല. അതിനുശേഷം എന്താ ചെയ്തത്? എല്ലാ മാർഗത്തിലൂടെയും പോയി നോക്കി. താമരത്തണ്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെറിയ 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 നാളങ്ങൾ ഉണ്ടാവും. ആ നാളത്തിനുള്ളിലൂടെ എല്ലാം പോയി നോക്കി. സകല നാളികാ വിവര മാർഗഗഃ. എല്ലാ മാർഗങ്ങളിലൂടെയും, ആ നാളികക്കുള്ളിലെ എല്ലാ മാർഗങ്ങളിലൂടെയും പോയിട്ട് മാർഗയൻ എന്ന് വെച്ചാൽ പോയിട്ട്, ആ മാർഗങ്ങളിലൂടെ ഒക്കെ പോയിട്ട് പ്രയസ്യ ശതവത്സരം, ഒരു 100 വർഷക്കാലം ബ്രഹ്മദേവൻ ഇതിനു വേണ്ടി പ്രയത്നിച്ചു. ഭഗവാനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല പല വഴികളിലൂടെ പോയിട്ട് അന്വേഷിച്ചു. പ്രയസ്യ, പ്രയാസപ്പെട്ടു, അതിനുവേണ്ടി കഷ്ടപ്പെട്ടു. എന്നിട്ടോ കിമപി ന ഏവ സന്ദൃഷ്ടവാൻ, എന്നിട്ട് ഒന്നും കണ്ടില്ല. കിമപി ന ഏവ സന്തുഷ്ടവൻ, ഒന്നും കാണാത്തവനായിട്ട് പല പല മാർഗങ്ങളിലൂടെയൊക്കെ പോയിട്ട് അന്വേഷിച്ചു, എന്നിട്ടും ഒന്നും കാണാത്തവനായിട്ട് നിവൃത്യ, തിരിച്ചു വന്നു. നാളത്തിൽ നിന്ന്, ആ താമരത്തണ്ടിന്റെ നാളത്തിൽ നിന്ന് തിരിച്ച്
വന്നു. ഇപ്പോൾ താമരയിലേക്ക്, അതിൻ്റെ ഇതളുകൾക്കിടയിലേക്ക് പിന്നെ എത്തിയിട്ട് കമലോദരേ സുഖനിഷണ്ണ, ആ താമരപ്പൂവിനുള്ളില് സുഖാസനത്തിൽ ഇരുന്നു. സുഖനിഷണ്ണ, അവിടെ സുഖാസനത്തില് സുഖമായിട്ടിരുന്നു. എല്ലാ സംശയങ്ങളും ഒക്കെ ഇങ്ങോട്ട് മാറ്റിവെച്ച്, ടെൻഷനൊക്കെ മാറ്റി, എവിടെ നിന്ന് വന്നു ഇങ്ങനെ ഓട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം. ഇവിടെയുണ്ടോ, ഈ നാളത്തിലൂടെ പോയി നോക്കാം, ഈ വഴിയിലൂടെ പോയി നോക്കാന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് നടന്ന് പ്രയാസപ്പെട്ട് അവസാനം തിരിച്ചു വന്നിട്ട് ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഒന്ന് സുഖമായിട്ടിരുന്നു. പത്മാസനത്തിലോ വജ്രാസനത്തിലോ ഏതോ ഒരു ആസനത്തിലായിരിക്കണം, എന്തായാലും സുഖമായിട്ടിരുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എല്ലാ അന്വേഷണമൊക്കെ നിർത്തിവെച്ച് സുഖമായിട്ട് ആ താമരയിൽ വന്നിരുന്നു. ഏകാഗ്രധീഹി, മനസ്സ് ഏകാഗ്രമാക്കി വെച്ചുകൊണ്ടാണ് സുഖമായിട്ടിരിക്കുന്നത്. എങ്ങനെയാണ്? ഭവദ് അനുഗ്രഹ ഏക ആഗ്രഹി, ഭഗവാന്റെ അനുഗ്രഹം ഒന്നു മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സമാധി ബലം ആദധേ, ആ സമാധി ബലത്തെ ആർജിച്ചു, ആ സമാധി ബലത്തെ സ്വീകരിച്ചു. ഭഗവാന്റെ അനുഗ്രഹം ഒന്നു മാത്രം ആശ്രയിച്ചുകൊണ്ട്, അത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആ താമരപ്പൂവിൻ്റെ ഇതളുകൾക്ക് നടുവിൽ ബ്രഹ്മദേവൻ സുഖമായിട്ട് ഇരുന്നു, ധ്യാനത്തിലിരുന്നു. ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുമ്പം ഭഗവാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കും എന്നുള്ളതായിരിക്കണമെന്നില്ല. എവിടെ നിന്ന് ഞാൻ വന്നു, ഞാൻ എന്താണ്, ഈ താമര എന്താണ്, ഇതിനാധാരം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കണം ഇവിടെ ആചാര്യൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഭഗവത് അനുഗ്രഹം. ആധാരം ഭഗവാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ ആ ഭഗവാനാണ്, എനിക്ക് ഭഗവാനെ കാണാനാണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. ബ്രഹ്മദേവൻ എന്താ അവിടെ ചെയ്തിരിക്കുന്നത്? ഞാൻ എവിടെ നിന്ന് വന്നു, ഈ താമരപ്പൂവ് എവിടെ നിന്ന് വന്നു, ഈ സാഗരത്തിൽ എന്തേ ഈ താമരപ്പൂവ് മാത്രം ഇരിക്കുന്നു, ഇതിൻ്റെയൊക്കെ ആധാരം എന്താണ്, ആരാണ് എന്നൊക്കെ അന്വേഷിച്ചിട്ടാണ് ബ്രഹ്മദേവൻ ഈ സകല നാളികളിലൂടെയും വഴികളിലൂടെയും ഒക്കെ പോയി അന്വേഷിച്ചത്. അപ്പൊ തിരിച്ചു വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് ഏകാഗ്ര ചിത്തനായിട്ട് ബ്രഹ്മദേവൻ സമാധിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഭഗവാനെ കാണാൻ ആഗ്രഹമുള്ള നമ്മൾ പല 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 വഴികളിലൂടെയാണ്, സകല നാളികളിലൂടെയും. ആധാരം ഭഗവാനാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കാണാവുന്ന ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുന്നു, പറ്റുന്നവർ വഴിപാടുകളൊക്കെ നേരുന്നു, ഭജന ചൊല്ലുന്നു, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അവസാനം പറഞ്ഞൊരു കാര്യം മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നൊരിടത്ത് സുഖമായിട്ട് അനങ്ങാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖവും ഇല്ലപ്പാ, ഇത്തിരി കഷ്ടാണ് എന്ന് പറയും. ആ സുഖമാണ് നമ്മളും ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ട് അനുഭവിക്കേണ്ടത്. ഭഗവാന്റെ സന്നിധിയിൽ പോയി കഴിഞ്ഞാലെങ്കിലും, ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന സമയത്തെങ്കിലും, മറ്റേത് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്താണെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാൻ നമുക്ക് സാധിക്കണം. കുറച്ചു നേരം മനസ്സ് അടക്കി അമർത്തി വെച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും കാണാറുണ്ട്, ഈ ഗ്രൂപ്പുകളായിട്ട് ക്ഷേത്രങ്ങൾ ദർശനത്തിന് പോകുന്ന ഒരുപാട് പേര് ഇവിടെ കയറിയിട്ട് പെട്ടെന്നിറങ്ങണം, അടുത്ത സ്ഥലത്ത് നടയടക്കാനാവാറായി, പെട്ടെന്ന് അവിടെ പോകണം, അല്ലെ അവിടെ പോയി കഴിഞ്ഞാൽ അന്നദാനത്തിന് എത്താൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ ഓടുന്നത് കാണാറുണ്ട്. ഓട്ടിപ്പോയി 2-3-4 പ്രാവശ്യം പ്രദക്ഷിണമൊക്കെ വെച്ച് തൊഴുത്, ഭഗവാനേ വേഗം അടുത്ത പ്രാവശ്യം വരാന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വഴിപാടും കഴിച്ച് ശരി വരുന്ന കേട്ടോ എന്നിട്ട് ഓടുകയാണ്. ആ പരിപാടി ഒന്ന് കുറച്ച് എവിടെ പോയി കഴിഞ്ഞാലും കുറച്ചു നേരം അവിടെ ഇരുന്ന് ആ അന്തരീക്ഷവും ആ താമരപ്പൂവിന്റെ ആധാരമായിട്ട് ശ്രീകോവിലിരിക്കുന്ന ഭഗവാൻ എന്ന ഒരു ചൈതന്യത്തെയും സ്മരിച്ചുകൊണ്ട് കുറച്ചു നേരം ഇരിക്കാൻ നമുക്ക് ശ്രമിക്കണം, നമ്മൾ സാധിക്കണം. ഓട്ടപ്രദക്ഷിണവും ഓട്ടപ്പാച്ചിലും ഒന്ന് നിർത്തിവെച്ചിട്ട് അനങ്ങാതെ ഒന്ന് സുഖാസനത്തിലിരിക്കുക. ആയിരിക്കുന്ന സമയത്ത് വീട്ടിലെ പ്രശ്നങ്ങളും നാട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങളും അയൽവക്കത്തുകാരുമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും ഒക്കെ അങ്ങ് മറക്കുക.
ആ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്തിനാ ഭഗവാനെ എനിക്ക് തന്നെന്നുള്ള ചോദ്യമൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് ഭഗവാനെ അനുഗ്രഹിക്കണം, ഭഗവാനെ അറിയണം എന്ന് മാത്രം ചിന്തിച്ചിട്ട് അവിടെ ഇരിക്കാനുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതൊരപേക്ഷയാണ്. ഗുരുവായൂർ പോകുമ്പോൾ പലരും പറയാറുണ്ട്, ഞാനും പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ, എപ്പോഴും തിരക്കാ, പോയി കഴിഞ്ഞാൽ ഒന്നും ഇങ്ങോട്ട് കയറി കാണാൻ പോലും പറ്റില്ല. പക്ഷെ ആ ശീലമൊക്കെ കുടുംബക്കാരുടെ പലരുടെയും കൂടെ പോകുന്ന സമയത്ത് ഓടിപ്പോയി ഇന്ന് ഉച്ചക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ എന്നാലേ ട്രെയിൻ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്ന പരിപാടിയൊക്കെ നിർത്തി പോയി കഴിഞ്ഞാൽ 2-3 ദിവസം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കൂടി ഭഗവാന്റെ ഒരാളായിട്ട്, ഭഗവാനെ സ്മരിക്കുന്ന ഒരാളായിട്ട് അവിടെ കൂടാൻ തുടങ്ങിയതിന് ശേഷം തിരക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. അവിടെ ഇങ്ങനെ ഭഗവാന്റെ വിഭൂതികൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഭഗവത്ഗീത സത്സംഗം നടക്കുന്നുണ്ട്, ഓൺലൈനായിട്ട് ലൈവായിട്ടാണ്. അതിൽ വിഭൂതി യോഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭഗവാന്റെ വിഭൂതികൾ ഭഗവാൻ വിവരിക്കുന്നുണ്ട്. എന്തെടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ ഈശ്വരൻ ഉണ്ടെന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗം എന്തു മനോഹരമാണെന്നറിയും. ഓരോന്നിലും ഭഗവാൻ പറയാണ്. ആ ക്ഷേത്രത്തിൽ പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ കാണുന്ന സർവ്വതും ഭഗവാന്റെ വിഭൂതികളായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. കുഞ്ഞു മക്കളുണ്ടാവും ഓടി നടക്കുന്ന സന്തോഷത്തിൽ, വളരെ ഭക്തിയോടുകൂടി തൊഴുന്ന ചില അമ്മമാരെ കാണാൻ വേണ്ടി സാധിക്കും. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു വന്നിരിക്കുന്ന പ്രായമായ ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. തന്നെ പോലെ ഭഗവാനോട് എന്തൊക്കെയോ പരാതികൾ പറയാൻ വേണ്ടി വന്നിട്ടെല്ലാം മറന്നുപോയി അവിടെ ഇങ്ങനെ ചമ്രം മടഞ്ഞിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെയോ തിരക്ക് പിടിച്ചിട്ട് അയ്യോ എനിക്കത് ചെയ്യാനുണ്ടല്ലോ, അത് ചെയ്യാനുണ്ടല്ലോ, എപ്പോ ചെയ്യും എന്നൊക്കെ ആലോചിച്ച് പെട്ടെന്നൊന്ന് ഭഗവാനെ കണ്ടിട്ട് പോകാൻ വേണ്ടി ഓടി വരുന്ന കുറെ ആൾക്കാരെ കാണാൻ സാധിക്കും. ശീവേലി എഴുന്നള്ളത്തിലെ ആനയെ കാണാൻ വേണ്ടി സാധിക്കും. ആനകള് എന്തൊരു മനോഹരമായിട്ടാണ് അവർ നടക്കുന്നുണ്ടാവുക. അവയൊക്കെ എങ്ങനെ ശുശ്രൂഷിച്ചു കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളറിയാതെ ഒരു കുളിർത്ത കാറ്റ് ഇടയ്ക്ക് നമ്മളെ വന്ന് തലോടുന്നുണ്ടാവും. പരിചയമില്ലാത്ത ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളോട് സംസാരിക്കുന്നുണ്ടാവും. നമ്മുടെ ഉള്ളില് നല്ല ഒരു ആനന്ദം നിറയുന്നുണ്ടാവും. ഇതൊക്കെ ഭഗവാന്റെ വിഭൂതികളാണെന്ന് സ്മരിച്ചുകൊണ്ട് ആ നടയിൽ കുറെ നേരം നമുക്ക് ഇരിക്കാൻ വേണ്ടി സാധിക്കണം. അത് ഏത് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും നമുക്കത് സാധിക്കണം. അതിനുള്ള ഒരു ഉപദേശമായിട്ട് ഈ ശ്ലോകം നമുക്കെടുക്കാം. ഓട്ടം മുഴുവൻ നിർത്തിവെച്ചിട്ട് കുറച്ചു നേരം അടങ്ങി സുഖാസനത്തിൽ ഇരിക്കുക. അതാണ് ബ്രഹ്മദേവൻ ചെയ്തിരിക്കുന്നത്. അത് ശ്ലോകം ചൊല്ലിത്തരാം, നിങ്ങളൊന്ന് ഏറ്റ് ചൊല്ലുക. തതഃ സകല നാളികാ വിവര മാർഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീഃ സമാധി ബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ. അപ്പോ ശ്രദ്ധിക്കുക, സകല നാളികളിലൂടെയും ബ്രഹ്മദേവൻ മാർഗയൻ എല്ലാത്തിലൂടെയും പോയി നോക്കി. അതിനുള്ളിലെ ചെറിയ ചെറിയ വഴികളിലൂടെ ഒക്കെ ബ്രഹ്മദേവൻ പോയി നോക്കി. അങ്ങനെ പ്രയാസപ്പെട്ടു. എത്ര വർഷം? 100 വർഷക്കാലം. ബ്രഹ്മദേവന്റെ 100 വർഷക്കാലം ബ്രഹ്മദേവൻ പ്രയത്നിച്ചിട്ടുണ്ടാവണം. എന്നിട്ടൊന്നും കണ്ടില്ല. കിമപി നൈവ ന ഏവ സന്ദൃഷ്ടവൻ, ഒന്നും കാണാത്തവനായിട്ട് നിവൃത്യ അവിടെ തിരിച്ചു വന്നിട്ട് ആ കമലത്തിന്റെ ഉദരത്തിൽ വന്നിരുന്നിട്ട് ഏകാഗ്രചിത്തനായിട്ട് സമാധിയിലിരുന്നു. അതാണ് ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എല്ലാവരും ശ്ലോകം ചൊല്ലി പഠിക്കുക. നമസ്തേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ
നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ